എല്ലാവർക്കും നമസ്കാരം. ഏതായാലും ഐറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന ഒരു മഹത്തായ പ്രസ്ഥാനം 9 മാസത്തോളമായി ഒരു പ്രതിസന്ധിയിലാണ് എന്ന് അറിയാം. ഒരുപാട് ലീഡേഴ്സ്, ഒരുപാട് ആളുകൾ, ഇന്ത്യ മൊത്തം പല രീതിയിൽ വ്യാപിച്ചു നിൽക്കുന്ന ഒരു ബിസിനസ് സംരംഭം ചില തൽപര കക്ഷികളുടെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റിൻ്റെ മേലെ ഈ രീതിയിലായപ്പോൾ ലീഡേഴ്സ് എല്ലാവരും ആ കമ്പനി ഇട്ടെറിഞ്ഞ് പോയി എന്നൊക്കെയുള്ള കിംവദന്തികൾ ഓരോരുത്തരും പല രീതിയിൽ പല ചാനലുകളിലൂടെ അറിയിച്ചു. എന്നാൽ ഒരാളും എവിടെയും പോയിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് സെക്കൻഡുകൾ കൊണ്ട് 1000 ആളും അതിനു പുറമെ ഇപ്പോഴും ആളുകൾ ഒരുപാട് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുന്ന ഒരു രീതിയിലേക്ക് ഈ ഹൈറിച്ച് എന്ന പ്രസ്ഥാനം വളർന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇത് ചെറിയ ഒരു സംവിധാനമല്ല. 8 വർഷത്തോളമായി ആളുകളുടെ ഹൃദയത്തിലേക്ക് കൃത്യമായിട്ടും കാലഘട്ടത്തിനനുസരിച്ചുള്ള ബിസിനസ് സംവിധാനത്തിനെ ആ ഒരു പുതിയ തലമുറക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഒരു ബിസിനസ് സംവിധാനം വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ആ ഒരു ആശയത്തിന് ഒരുപാട് ആളുകൾ ഉൾക്കൊണ്ടു, ഒരുപാട് ആളുകൾ അത് അനുഭവിച്ചു, ഒരുപാട് ആളുകൾ അതിലൂടെ യാത്ര ചെയ്തു. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സംവിധാനം നമ്മളുടെ നാടിന് ആവശ്യമാണ് എന്ന് ബോധ്യമുള്ള കൃത്യമായ ആളുകൾ തന്നെയാണ് ഐറിച്ച് ഓൺലൈൻ ഷോപ്പിയിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ ചുരുങ്ങിയ കമ്പനിയുടെ ഈ ഒരു പ്രതിസന്ധി വരുന്നതിൻ്റെ കുറഞ്ഞ കാലം മാസങ്ങൾക്ക് മുമ്പ് കമ്പനിയിൽ വന്ന ആളുകൾക്ക് മാത്രമേ ഇത് എന്തെങ്കിലും പ്രശ്നം ഇതിലുണ്ടോ എന്നുള്ളതിൻ്റെ കാര്യങ്ങളിൽ സംശയമുള്ളൂ. ബാക്കി മുൻകാലങ്ങളിലുള്ള ആളുകൾക്കൊക്കെ കൃത്യമായിട്ടും ഈ കമ്പനി ഒരു കൊണ്ടുവന്ന കൺസെപ്റ്റിനെ കൃത്യമായിട്ടും സ്വീകരിച്ചുകൊണ്ടാണ് ഇതിലേക്ക് കടന്നു വന്നത്. ആ കൺസെപ്റ്റിലേക്കും അതിൻ്റെ കൃത്യമായ ആ അളവിലേക്കും എത്താൻ ഇനിയും കുറച്ചും കൂടി സമയം കമ്പനിക്ക് ആവശ്യമുണ്ടായിരുന്നു. ആ രീതിയിലേക്ക് യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു കേസിൻ്റെ മുകളിൽ മറ്റൊരു കേസും അതിൻ്റെ മുകളിൽ മറ്റൊരു കേസുമായിട്ട് കേസുകളുടെ കൂമ്പാരം ഒരു കമ്പനിയുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം കോടതിയുടെ മുൻപാകെ നിൽക്കുന്ന വിഷയങ്ങളായതുകൊണ്ട് തന്നെ അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നത് ശരിയല്ല. ആരോപണങ്ങൾ ഏതൊരു വ്യക്തിക്കും ആരെയും കുറിച്ചും ആരോപണം ഉന്നയിക്കാം. അതിനൊരു പണിയില്ല. വെറുതെ ഇരിക്കുന്നവനേക്കും ഒരു ജോലി ഇല്ലാത്തതിനും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പല മേഖലക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കാം. പക്ഷെ ഉന്നയിച്ച ആരോപണം ശരിയാണോ, ഉന്നയിച്ച ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് തെളിയിക്കേണ്ട ബാധ്യത കൂടി അവർക്കുണ്ട്. മറ്റുള്ളവർ പറയുന്നത് നിങ്ങളെടുത്ത് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കുക. അത് മറ്റൊരു ഇപ്പം ഞാനൊരു വസ്തു കട്ടു, ഞാൻ കളവ് നടത്തിയെങ്കിൽ ആ കളവ് നടത്തിയ തൊണ്ടി മുതൽ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയാൽ ഞാൻ കള്ളനാണ് എന്ന് എന്നെ കള്ളനാക്കി ആരോപിക്കുന്നവർക്ക് അത് ഈസിയായിട്ട് തെളിയിക്കാൻ പറ്റും. കാരണം എൻ്റെ കയ്യിൽ നിന്ന് എന്ത് കിട്ടി? തൊണ്ടി മുതൽ കിട്ടി. അതല്ലെങ്കിൽ ആ കളവ് നടന്ന വീടിൻ്റെ പരിസരത്തുള്ള CCTVയിൽ എൻ്റെ മുഖം തെളിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കക്കാനുള്ള സാധ്യത അവിടെ കിട്ടി. ഇതൊക്കെ വെച്ചിട്ട് എൻ്റെ കളവിനെ തെളിയിക്കാൻ പറ്റും. പക്ഷെ ഞാൻ കട്ടിട്ടില്ല എന്ന് വെക്കുക, ഞാൻ എന്താ തെളിയിക്കുക? കക്കാത്ത ഞാൻ എന്ത് തെളിയിക്കും? എൻ്റെ അടുത്ത് തൊണ്ടില്ല എന്ന് പറഞ്ഞാൽ കളവിന് പിന്നെ കട്ടിട്ടുണ്ട് എന്ന് അവരും പറയുമ്പോൾ ഇത് ഞാൻ ഏത് രീതിയിൽ ഏതെങ്കിലും CCTVയിൽ തെളിയിക്കാൻ പറ്റുമോ? കക്കാത്തൊരു സംവിധാനത്തിന് കളവ് നടത്താത്തതിനെ കുറിച്ച് തൊണ്ടി മുതൽ എൻ്റെ അടുത്ത് ഇല്ലാന്ന് കാണിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നവരാണ് അതിൻ്റെ കാരണസഹിതം അത് തെളിയിച്ചെടുക്കേണ്ടത്. അത് തെളിയിക്കുമ്പോഴാണ് നമ്മൾ അത് ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളത് അതിനെതിരെ നമുക്ക് കാര്യങ്ങൾ അവതരിക്കും. എന്തായാലും ആ വിഷയം കൃത്യമായിട്ടും കോടതിയുടെ മുമ്പിലായതുകൊണ്ട് തന്നെ പ്രഗത്ഭരായ വക്കീലന്മാർ കൈകാര്യം ചെയ്യുന്ന വിഷയമായതുകൊണ്ടും അത് അതിൻ്റെതായ രീതിയിലേക്ക് പോകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരുപാട് ആളുകൾ ഐറിച്ച് ഓൺലൈൻ ഷോപ്പിയെ കണ്ടത് ഒരു MLM സിസ്റ്റമായിട്ടാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഒരു പ്രൊഡക്റ്റ് മറ്റുള്ള ആളുകളിലൂടെ വിൽക്കുക. ആ ഒരു രീതിയിൽ കുറേ കമ്പനികളുള്ള സ്ഥിതിക്ക് അതേ കമ്പനി പോലെ ഇതിനെ കണ്ടപ്പോൾ ഇതിൽ പ്രൊഡക്റ്റും ഇല്ല, വിൽപ്പനയില്ല, പിന്നെ എന്താണ് ഇതിൽ നടക്കുന്നത് എന്നുള്ളത്. അതായത് പ്രൊഡക്റ്റ് വിൽപ്പന എന്നുള്ള ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ടായപ്പോൾ അതല്ലാത്ത രീതിയിൽ ജനങ്ങളിലേക്ക് മറ്റ് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റാത്ത ഒരു വലിയ സംവിധാനത്തിനെ ഒരുപാട് ആളുകൾ കൂടി വാങ്ങുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും കൂടി എടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിനാണ് ഇവിടെ
ഈ ഇന്ത്യ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഇവിടെ സംവിധാനിച്ചു എന്നുള്ളതാണ്. ആളുകളുടെ കയ്യിൽ ഒരുപാട് പണം പെട്ടിയിൽ വെക്കുക, അല്ലെങ്കിൽ ബാഗിൽ സൂക്ഷിച്ചു വെക്കുക, അതല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ആയിട്ട് ഭൂമികളാക്കി വാങ്ങിയതാ. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിന് അതൊന്നും ഒരു വികസനമല്ല. നമ്മുടെ നാട് വികസിക്കണമെങ്കിൽ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്കും മറ്റൊരാളിൽ നിന്നും മറ്റൊരാളിലേക്കും പണത്തിനെ ഇങ്ങനെ ഒരു ഒഴുക്ക് വേണം. ആ ഓരോ ഒഴുക്ക് ഒഴുകുമ്പോഴും അതിൽ നിന്നും GST ആയിട്ടും ടാക്സ് ആയിട്ടും മറ്റും ഗവൺമെന്റിലേക്കും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ വ്യക്തികളും സമ്പന്നരാകും, ഗവൺമെന്റ് അതിൽ പിന്നെ ഒരുപാട് സാമ്പത്തിക ലെവലിലേക്ക് എത്തും. ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളാണ് നമ്മുടെ നാടിന് ആവശ്യം. അല്ലാതെ ഒരുപാട് അനങ്ങാതെ കിടക്കുന്ന ഫ്രീസായി കിടക്കുന്ന ഭൂമികളും കൺസെപ്റ്റുകളും അല്ല നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെ ആളുകൾക്ക് വരുമാനം കിട്ടുന്ന ഒരു സിസ്റ്റം. ഇപ്പം നമ്മളൊക്കെ നമ്മളെ കടകളിൽ നിന്ന് ഒരുപാട് കാലങ്ങളായിട്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം പോലും നമ്മളോട് ഇതിൻ്റെ ലാഭമാണ് വെച്ചോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം അവിടെയാണ് അയറിച്ച് വ്യത്യസ്തമായത്. നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിന്റെ പ്രോഫിറ്റ്സ് നമ്മളിലേക്ക് തന്നെ കിട്ടുന്ന ഒരു രീതി ഇവിടെ കൊടുന്നു. ഇപ്പം ഇന്നലെ ആരോ പറഞ്ഞു വയനാട്ടിലൊക്കെ ഓൺലൈനിലുള്ള ആളുകൾ ആരെങ്കിലും വയനാട്ടിൽ സഹായിക്കുമോ? ശരിയാണ്, ഫ്ലിപ്കാർട്ടിന്റെ ഓണർ സഹായിക്കൂല, ആമസോണിന്റെ ഓണർ സഹായിക്കൂല. പക്ഷേ നമ്മളെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന് പറയുന്നത് ഒരു വിദേശത്തുള്ളതല്ല, നമ്മളെ നാടിന്റെ ഒരു ഓൺലൈൻ സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ വയനാടാണെങ്കിലും എവിടെയാണെങ്കിലും എന്ത് പ്രശ്നം വന്നാലും അതിൽ ഇറങ്ങി പ്രവർത്തിക്കാനും അതിലേക്ക് വേണ്ടത് ചെയ്യാനും പറ്റുന്ന ഒരു വലിയ ഒരു പിന്നെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ നമ്മളെ ശിവസാറെല്ലാം ഇന്നത്തെ കേസിൻ്റെയും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട്. ഞാൻ 2 മിനിറ്റ് മാത്രം സംസാരിച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഇവിടെ ബഹുമാനപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്സിന്റെ അന്വേഷണം നടന്നു. അതിൻ്റെ കുറ്റപത്രം സമർപ്പിച്ചു. വിനീതനായ എന്നെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്സിന്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ നല്ല രീതിയിൽ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചു മനസ്സിലാക്കി, നമുക്കറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മളും അവിടെ പറഞ്ഞു പോന്നു. ഈ ഒരു രീതിയിൽ അവർ കൃത്യമായിട്ടും അവരെ കാര്യങ്ങൾ ചെയ്തു. ഇനി അത് കോടതിയിലാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്നത്. അല്ലാതെ പത്രങ്ങളിൽ ഒക്കെ വന്നിട്ട് അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ പത്രങ്ങളിലാണോ ഇതിൻ്റെ വിധി വരിക? നിങ്ങളൊരു കാര്യം ചെയ്യും, കുറച്ച് ദിവസങ്ങളായിട്ട് വന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് എതിരായിട്ട് വന്ന പത്രങ്ങൾ 9 മാസമായിട്ടുള്ള ഓരോ പത്രങ്ങൾ എടുത്തു വെച്ച് നോക്കി. ഒന്നിൽ 3000 കോടി, ഒന്നിന് 200 കോടി, ഒന്നിൽ 30 കോടി, ഒന്നിൽ 1600 കോടി. ഈ ഏത് കോടി? ഈ കോടിക്കൊന്നും ഒരു വലിയ നിലയൊന്നുമില്ലേ? കണക്കിനെന്താണ് ഇത്ര? ഈ രീതിയിൽ ഓരോ ആളുകൾക്കും പത്രക്കാർക്കും ഓരോ എഡിറ്റേഴ്സിനും തോന്നുന്ന കോടികളാണ് ഇതിനൊക്കെ ഒരു കമ്പനിക്കെതിരെ പറയുന്നത്. അപ്പോൾ കമ്പനി തെറ്റ് ചെയ്തോ ചെയ്തില്ലേ എന്ന് കോടതി തീരുമാനിക്കുന്നത് വരെ കമ്പനിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടൽ മാത്രമായിട്ട് കുറച്ച് പത്രക്കാരിറങ്ങിയത് നമുക്കത് നോക്കേണ്ട ഒരാവശ്യമില്ല. ഏതോ ഒരു ചാനലിലാണെങ്കിലും ഒരു ചാനലിൽ ആ ചർച്ച നടക്കുമ്പോൾ ആ ടീമിൽപ്പെട്ട ഏതെങ്കിലും ഒരാളുകളോട് എന്താണ് നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് വരെ നമ്മളോട് ആരും എന്താണ് അവിടെ നിങ്ങൾക്ക് ബിസിനസ് എന്ന് ഈ രീതിയിൽ ആരും അന്വേഷിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പുതിയ ഒരു തരം കൺസെപ്റ്റ് നമ്മുടെ നാടിന് ആവശ്യമാണ് എന്ന് പിന്നീട് നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. കാരണം കല്ല് വെട്ടുന്ന മെഷീൻ വന്നപ്പോൾ കല്ല് വെട്ടുന്ന ആളുകളെ ജോലി പോകുമെന്ന് പറഞ്ഞ് സമരം നടത്തിയ നമ്മുടെ നാട്ടിൽ, കമ്പ്യൂട്ടർ വന്നപ്പോൾ ഒരുപാട് ആളുകളുടെ ജോലി പോകുമെന്ന് പറഞ്ഞ് സമരം നടത്തിയ നമ്മുടെ നാട്ടിൽ, പിന്നെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ വന്നപ്പോൾ ഓടിന് പിന്നെ ഇനി ബിസിനസ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ നമ്മളെ ആശാരിമാർക്ക് ജോലി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരു പഠിപ്പിങ്ങൾ ഒരു ആശാരിനെ വിളിച്ചിട്ട് ആൾക്ക് വരാൻ ഒഴിവുണ്ടാവും. അപ്പോൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ പോക്കറ്റിൽ പൈസ ഇല്ലാത്തൊരു കാലത്ത് റോഡ് സൈഡിൽ ATM കുറ്റികൾ വന്ന് വെച്ചപ്പോൾ അതിൽ നിന്നും പൈസ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. കാരണം എന്താ? അതിലൊക്കെ എങ്ങനെ പൈസ വരിക? അതിൽ നിന്നും നമ്മൾ പൈസ എടുത്തു. അതിന് പുറമെ നമ്മളുടെ മൊബൈലിൽ നിന്ന് മറ്റേ മൊബൈലിലേക്ക് വിനിമയം നടത്തുന്ന രീതിയിലേക്ക് നമ്മളെ കാലഘട്ടം മാറി. എല്ലാ കടകളിലും ഗൂഗിൾ പേ QR കോഡുകൾ ഒക്കെ വന്നു. ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ബിസിനസ്സിലേക്ക് മാറുക OTT പ്ലാറ്റ്ഫോം. എന്തുകൊണ്ട്? നമ്മൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ആ പ്രോഗ്രാം OTTയിലൂടെ നടത്തി. റിലീസ് ആവണതിന് മുമ്പ് ഹൈറിച്ചിന് പ്രോബ്ലം വന്നു. പക്ഷെ അതേ പ്രോഗ്രാം മറ്റ് പല വമ്പന്മാരും ഏറ്റെടുത്ത് ചെയ്യണേ. ലാഭമല്ല. ഹൈറിച്ച് നടത്തുമ്പോൾ മാത്രം അതൊന്നും പ്രോഫിറ്റ് ബിസിനസ്സുകളല്ല. മറ്റുള്ള ആളുകളൊക്കെ ചെയ്യുമ്പോൾ ഇത് പ്രോഫിറ്റാണ്. അപ്പോൾ നല്ല നല്ല ആശയങ്ങൾ ഹൈറിച്ച് കൊണ്ടുവരുന്നു. അതിനവിടെ ഒരുപാട് ആളുകൾ ഒന്നിച്ച് സമ്മർദ്ദം ചെലുത്തിയ കമ്പനിയെ ഇല്ലാതാക്കുന്നത്. ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇതിനെ ഇല്ലാതാക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഈ ഒരു
മുന്നിൽ നിന്ന് 2 വാക്ക് സംസാരിച്ചാൽ പോലും ഒരു പക്ഷേ നിയമപരമായി നമ്മൾ ഇതിനെ പലതും നേരിടേണ്ടി വരാം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം ഒരുപാട് പാവങ്ങൾ അവരുടെ വീട്, അവരുടെ ആധാരങ്ങൾ, അവരെ ജീവിതമൊക്കെ വഴിമുട്ടി നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക. അതുകൊണ്ട് വരുന്നത് എന്തോ നേരിടാൻ നമ്മൾ ഒരുക്കമാണ്. ആ രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു കമ്പനി തെറ്റുണ്ടെങ്കിൽ ആ തെറ്റുകൾ കണ്ടെത്തട്ടെ. അതിനുള്ള ശിക്ഷയാണെങ്കിൽ ശിക്ഷ, അതല്ല പരിഹാരമാണെങ്കിൽ പരിഹാരം. അത് കോടതി തീരുമാനിക്കുന്നത് വരെ, കോടതിയിൽ നിന്ന് അന്തിമ തീരുമാനം ആവുന്നത് വരെ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ പറയാൻ പറ്റും. അത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും നമ്മളുടെ ഷിബു സാറിൻ്റെ വോയിസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആളുകൾക്കൊക്കെ ഈ ജോലി ഇല്ലാത്ത ഈ കാലത്ത് ഗൾഫിലേക്കൊക്കെ ജോലിക്ക് പോവുക എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്താണ് എല്ലാവരും നടക്കുന്നത്. ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 20,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു ആൾക്ക് അതിലേറെ കിട്ടുമെന്ന് വിചാരിച്ച് ഗൾഫിലേക്ക് പോയാൽ വർഷത്തിൽ വരുന്ന അവൻ്റെ വിസ പുതുക്കൽ, അവൻ്റെ ഇക്കാമ, നാട്ടിലേക്ക് പോരുമ്പോഴുള്ള ടിക്കറ്റ്, അത് കഴിഞ്ഞ് വരുമ്പോൾ വാങ്ങാനുള്ള കുറച്ച് സാധനങ്ങൾ, ഇവിടെ വന്നാൽ നമ്മൾ കൊടുക്കുന്ന സാധനം ഒരു പെങ്ങളെ കുട്ടിക്ക് പറ്റി മറ്റേ കുട്ടിക്ക് പറ്റിയില്ല, തമ്മിലപ്പോൾ പ്രശ്നങ്ങളായി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കയറിയ ഓട്ടോറിക്ഷയിലെ 3 ആളുടെ കാശ് നമ്മൾ തന്നെ കൊടുക്കണം. ഈ രീതിയിൽ നമ്മളെ പണം അതിലേറെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവനവൻ്റെ നാട്ടിൽ നല്ല ബിസിനസ് സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നിലനിർത്തി അതിലൂടെ മുന്നോട്ട് പോവുക. ഏതായാലും ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ നാടിന് ആവശ്യമാണ്. അത് നിലനിൽക്കാൻ കോടതിയിൽ നിന്ന് അനുകൂല വിധി വരും എന്ന